ഷിയാക്കളല്ലാത്ത സുന്നികൾ, ആ സുന്നികൾക്കുള്ളിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൗഹീദ് സംബന്ധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അഖീദാപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സുന്നത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പല വിധത്തിലുള്ള ഖിലാഫുകളും സുന്നികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ, അത് കേരളത്തിലാണെങ്കിലും ലോകത്താണെങ്കിലും ശരി, ലോക മുസ്ലിമുകൾക്കിടയിൽ ഖുർആനിന്റെ കാര്യത്തിൽ ഒരൊറ്റ അഭിപ്രായം മാത്രമാണ്. ആ അഭിപ്രായമല്ല ലോകത്തുള്ള ഷിയാക്കൾക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഷിയാക്കൾ ഇന്നുള്ള ഖുർആനിൽ വിശ്വസിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ തിരുത്തലുകൾ വരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട്, അതിൽ പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നുള്ള ലോകത്തുള്ള ഷിയാക്കളുടെ റാഫിളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ വിശ്വാസം ഇതാണ്. അപ്പൊ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഏകകണ്ഠമായി ഖുർആനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നത്, അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ അതേപോലെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല. മാറ്റത്തിരുത്തലുകൾ വരുത്താൻ ഒരാൾക്കും സാധ്യവുമല്ല. അതിൽ മനുഷ്യന്റെ കൈകടത്തൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. കാരണം ആ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംശയാതീതമായി ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഖുർആനെ നാമാണ് അവതരിപ്പിച്ചത്, ഈ ഖുർആനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് അള്ളാഹുവിന്റെ കരാറാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ഇന്ന് അങ്ങനെ തന്നെയാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അവന്റെ ഈ ഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖിയാമത്ത് നാൾ വരെ മനുഷ്യന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകടത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും പുതിയതായിട്ട് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കാനോ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നിന്നും ഈ ആയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ ഖുർആന്റെ 41-ാമത്തെ അധ്യായം, അതിൽ 42-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമായി കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ലാ യഅ്തീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ് എന്നുള്ള ആയത്ത്. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. അതിന്റെ മുന്നിലൂടെയോ അതിന്റെ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഈ ആയത്തുകൾ അതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെയും വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങൾ നമ്മുടെ അഖീദ വിശദീകരിച്ചപ്പോൾ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ വിശ്വാസം കുഫ്റാണ്, അവൻ കാഫിറാണ്. ഖുർആനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക, അത് ഇസ്ലാമിന്റെ അഖീദക്ക് വിരുദ്ധമാണ് എന്നുള്ളത് അഖീദയുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ലുഅത്തുൽ ഇഅ്തിഖാദിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലാ ഖിലാഫ ബൈനൽ മുസ്ലിമീന, മുസ്ലിമുകൾക്കിടയിൽ ഖിലാഫില്ല, ഫി അന്ന മൻ ജഹദ മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ സൂറത്തൻ ഔ ആയത്തൻ ഔ കലിമത്തൻ ഔ ഹർഫൻ, ഖുർആനിലെ ഒരു ആയത്തിനെ, ഖുർആന്റെ ഒരു കലിമത്തിനെ, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു ഹർഫിനെ, മുത്തഫഖൻ അലൈഹി ഇത്തിഫാഖോടുകൂടി വന്നിട്ടില്ല കലിമത്തിനെയോ ഹർഫിനെയോ ആയത്തിനെയോ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അന്നഹു കാഫിർ, അവൻ കാഫിറാണ് എന്നുള്ളതിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഖിലാഫില്ല എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഈ കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥം അസ്വാരിം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ബാത്തിനിയാക്കളെ കുറിച്ച്, അതേപോലെ തന്നെ കറാമിത്തക്കാരെ കുറിച്ച്, ഇവരൊക്കെ ഷിയാക്കളാണ്, അവരുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നൽ ഖുർആന നഖസ മിൻഹു ആയാത്തുൻ വകുതിമ, ഖുർആനിൽ നിന്ന് ആയത്തുകൾ ചുരുക്കപ്പെട്ടിട്ടുണ്ട്, കളയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഖുർആന്റെ ഏതെങ്കിലും ആയത്തുകൾ അത് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക, അല്ലെങ്കിൽ അത് മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക, അല്ലെങ്കിൽ അതിന് ബാത്തിനിയായിട്ടുള്ള ആന്തരികമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ ആ ഖുർആൻ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുക. അത് ഷിയാക്കളുടെ ഒരു വിശ്വാസമാണ്. ഖുർആനിലെ ചില ആയത്തുകൾ അത് ഷിയാക്കളുടെ ഇമാമിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാകുന്നത്, അഹ്ലു ബൈത്തിൽപ്പെട്ട പിന്നെ ഇമാമിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ഒരു തെറ്റായ ഒരു വിശ്വാസം ഷിയാക്കൾക്കിടയിൽ. അതിനൊക്കെ ഗണ്ണിച്ചുകൊണ്ടാണ് അതിന്റെ ഉദാഹരണം പറഞ്ഞത് കറാമിത്തക്കാരെ പോലെ, ബാത്തിനിയാക്കളെ പോലെ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ലാ ഖിലാഫ ഫീ കുഫ്രിഹിം, അവരുടെ കുഫറിന്റെ കാര്യത്തിൽ എന്തില്ല, ഖിലാഫില്ല എന്നുള്ളതാണ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്.
അപ്പൊ ഇത് അഹ്ലുസുന്നത്തിന്റെ ഗണ്യതമായിട്ടുള്ള അഖീദയാണ്. അഹ്ലുസുന്നത്തിന്റെ എന്നുള്ളത് മാത്രമല്ല, ഷിയാക്കളല്ലാത്ത മുസ്ലിങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ഒരുപാട് സംഘടനകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, സുന്നികൾക്കിടയിൽ തന്നെ പല കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഖുർആൻ തിരുത്തപ്പെടേണ്ടി എന്നുള്ള കാര്യത്തിൽ ഈ സുന്നികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അത് പറയും, ഏതെങ്കിലും ഒരു സുന്നി അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ആൾ ഖുർആൻ തിരുത്തപ്പെടേണ്ടി എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഷിയാക്കളല്ലാത്ത ആരും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ഖുർആനിൽ ആയത്തുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരാളെന്ന് വിശ്വസിക്കുന്നില്ല. ഇത് ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായമാണ്. ഈ വിഷയത്തിൽ ഇജ്മാ എന്നുള്ളത് ഇബ്നു ഹസ്മിനെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. ഇതിൽ മാറ്റത്തിരുത്തലുകൾക്ക് വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അള്ളാഹു അതിനെ സംരക്ഷിക്കും എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ അലംഘനീയമായിട്ടുള്ള നിയമമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വിഷയത്തിൽ ഷിയാക്കൾക്കുള്ളത്. അപകടകരമായിട്ടുള്ള വാദമാണ് ഈ വിഷയത്തിൽ, ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഷിയാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു. കാരണം ഈ ഷിയായിസം എന്നുള്ളത് ഇബ്നു സബ് എന്നുള്ള അബ്ദുല്ലാഹ് ഇബ്നു സബ് എന്നുള്ള ജൂതന്റെ തലയിലുണ്ടായിട്ടുള്ള ആദർശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ആദർശം ഉൾക്കൊള്ളുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുർആൻ അംഗീകരിക്കാൻ ഇന്നത്തെ ഷിയാക്കൾക്ക് കഴിയുന്നില്ല. അവർ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്, ചില ആയത്തുകൾ ചില സൂറത്തുകൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ സ്വഹാബികൾ തിരുത്തി. അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ ഖുർആൻ തിരുത്തി. യഥാർത്ഥത്തിലുള്ള ഖുർആൻ ശേഖരിച്ചിട്ടുള്ളത്, ജംഅ് ചെയ്തിട്ടുള്ളത്, ക്രോഡീകരിച്ചിട്ടുള്ളത് അലി റളിയല്ലാഹു അൻഹുവാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആ ഖുർആനുണ്ട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ അദ്ദേഹം ആ ഖുർആൻ പുറത്തെടുക്കാത്തതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീട് ആ ഖുർആൻ ഇന്ന് നിലനിൽക്കുന്നത് ഷിയാക്കളുടെ വിശ്വാസപ്രകാരം 12ാമത്തെ ഇമാം. അതുകൊണ്ടാണല്ലോ അവർ 12 ഇമാമിങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഇസ്നാഅശരികൾ എന്ന് പറയുന്നത്. 12 ഇമാമികളിലുള്ള വിശ്വാസം. ആ 12ാമത്തെ ഇമാമുണ്ട് മുഹമ്മദ് ഇബ്നുൽ ഹസൻ അൽ അസ്കരി എന്നറിയപ്പെടുന്ന ഇമാം. ഷിയാക്കള് അയാളെ കുറിച്ച് പറയുന്നത് മഹദി എന്നുള്ളതാണ്. അഹ്ലുസുന്ന വിശ്വസിക്കുന്ന മഹദിയല്ല ഷിയാക്കൾ വിശ്വസിക്കുന്ന മഹദി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഷിയാക്കൾ പറയുന്ന മഹദി അത് അവരുടെ 12ാമത്തെ ഇമാമാണ്. അയാൾ അണ്ടർഗ്രൗണ്ടിലാണ്, സിർദാബിലാണ്, ഒരു തുരങ്കത്തിനുള്ളിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കെട്ടുകഥകളുണ്ട്. ആ വാദം, ആ ഷിയാക്കളുടെ ആ വിശ്വാസം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിലാണ് യഥാർത്ഥത്തിലുള്ള ഖുർആൻ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വഹാബികൾ അതിൽ പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സ്വഹാബികൾ അതിൽ നിന്ന് പലതും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഖുർആനല്ല. യഥാർത്ഥത്തിലുള്ള ഖുർആൻ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവരുടെ 12ാമത്തെ ഇമാമായ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അൽ അസ്കരിയുടെ കയ്യിലാണ്. അയാൾ രംഗത്ത് വരും. അയാൾ രംഗത്ത് വന്നിട്ട് ആ ഖുർആൻ കൊണ്ടുവരും. ആ ഖുർആൻ ജനങ്ങളെ പഠിപ്പിക്കും. ആ ഖുർആൻ അനുസരിച്ച് ലോകത്ത് വിധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ആരുടെ വിശ്വാസം? ഷിയാക്കളുടെ വിശ്വാസം. അപകടകരമായ വാദമാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഷിയാക്കൾ ന്യായീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ചില ആളുകൾ നടക്കുന്നത്. ഇവരുടെ അപകടകരമായ ചില വാദങ്ങൾക്കുള്ള ഉദാഹരണം പറയാം. എത്രത്തോളം ഇവർ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്നത് കുലൈനി എന്ന് പറയുന്ന ആള് ഷിയാക്കളുടെ പ്രഗത്ഭനായ ഒരാളാണ്. അബൂ ജഅഫർ സാദിഖിൽ നിന്ന് കുലൈനി ഉദ്ധരിക്കാണ്. കുലൈനി എന്നുള്ളത് നമ്മൾ ബുഖാരി എങ്ങനെയാണോ കാണുന്നത് അതേപോലുള്ള പണ്ഡിതനാണ് ഷിയാക്കൾക്ക് കുലൈനി. അയാളുടെ ഉസൂലുൽ കാഫി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം നമ്മുടെ അഹ്ലുസുന്നക്ക് മുസ്ലിമീങ്ങൾക്ക് ബുഖാരി എങ്ങനെയാണോ അതേപോലെയാണ് ഉസൂലുൽ കാഫി എന്നറിയപ്പെടുന്ന കുലൈനിയുടെ ഗ്രന്ഥം ഷിയാക്കൾക്ക്, റാഫിദത്തിന്. ഈ കുലൈനി പറയണം എന്താ പറഞ്ഞത്? ഇന്നൽ ഖുർആൻ ലദി ജാഅ ബിഹി ജിബ്രീൽ അലൈഹിസ്സലാം ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 17,000 ആയ. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നു കൊടുത്ത ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഖുർആനിലുള്ളത് ഏതാണ്ട് 6,000 ചില്ലാനം ആയത്തുകളാണ്. ഇവർ പറയുന്നത് അതിന്റെ 3 ഇരട്ടി ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവന്നു കൊടുത്ത ഖുർആനിൽ എത്ര ആയത്തുണ്ട്? 17,000 ആയത്തുകളുണ്ട്. അപ്പൊ ഖുർആന്റെ 3/2 ഭാഗം സ്വഹാബികൾ കട്ടു. നഊദു ബില്ലാഹ്. ഖുർആനിന്റെ 3/2 ഭാഗം ഇന്ന് നിലനിൽക്കുന്ന ഖുർആനിൽ ആ 3/2 ഇല്ല. ഒരു ഭാഗം മാത്രം ഷിയാക്കളുടെ വാദപ്രകാരം 17,000 ആയത്തുകൾ. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പറയുന്നുണ്ട്. 19,000 ആയത്തുകൾ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുലൈനി പറഞ്ഞത് 17,000 ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അവരുടെ മറ്റൊരു പ്രസിദ്ധനായ ആളാണ് തൊബറസി, നൂരി അത്തൊബറസി. ഈ നൂരി അത്തൊബറസിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് 9ഓളം ഗ്രന്ഥങ്ങൾ ഷിയാക്കൾ രചിച്ചിട്ടുണ്ട്. ഖുർആനിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ട്. പലതും ഖുർആനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പലതും ഖുർആനിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്.
ഏതാണ്ട് 9ഓളം വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഷിയാക്കളിലെ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രഗത്ഭനായ ഒരാളാണ് ആര്? തൊബറസി, നൂരി അത്തൊബറസി. മുഹദ്ദീസാണ് അവരുടെ കൂട്ടത്തില്, ഷിയാക്കളുടെ മുഹദ്ദീസാണ്. അയാളൊരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, കടകളിൽ അത് വാങ്ങാൻ കിട്ടും. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ എന്താ അറിയോ? ഫസ്ലുൽ ഖിതാബി ഫി ഇസ്ബാതി തഹരീഫി കിതാബി റബ്ബിൽ അർബാബ് എന്നുള്ളതാണ്. റബ്ബിന്റെ കിതാബിൽ തിരിമറി നടന്നിട്ടുണ്ട്, തിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സ്ഥിരീകരിക്കുന്നതിലുള്ള അവസാനത്തെ തീരുമാനം. കുലൈനിയുടെ തൊബറസിയുടെ ആ ഗ്രന്ഥത്തിന്റെ പേരതാണ്. റബ്ബിന്റെ കിതാബിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സ്ഥിരീകരിക്കുന്നതിന്റെ ആ വിഷയത്തിലുള്ള ചർച്ചയുടെ അന്തിമ തീരുമാനം എന്നുള്ളതാണ് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ. ഇത് ടെഹ്റാനിൽ അച്ചടിച്ചതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ ഇതാണ്. ഏത്? തൊബറസിന്റെ ഈ ഗ്രന്ഥത്തിന്റെ പേരിൽ. ആ തൊബറസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ഏതാണ്ട് 2000ഓളം ഹദീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 2000ഓളം ഹദീസുകൾ. ഈ ഹദീസുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അംഗീകരിക്കുന്ന ഹദീസല്ല. ഈ ഹദീസുകളെയൊന്നും അവർ അംഗീകരിക്കൂല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമിങ്ങൾക്ക്, ഈ 12 ഇമാമിങ്ങൾക്ക് അവർക്ക് വഹയി കിട്ടുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഏതാണ്ട് 2000ഓളം റിപ്പോർട്ടുകൾ, ഹദീസുകൾ എന്തിൽ വന്നിട്ടുണ്ട്? ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഈ ഷിയാക്കളെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കമുള്ള ആളുകൾ ന്യായീകരിക്കുന്നത്. അപ്പൊ ആദ്യം 15000ഓളം ആയത്തുകൾ എന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അത് 2 ഭാഗം നമ്മൾ കട്ടു, ആര്? സഹാബികൾ കട്ടു എന്നുള്ളതാണ്. ഇതിൽ പറയുന്നത് 2000ഓളം ഹദീസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആ ഹദീസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ ഹദീസുകള് മുസ്തഫീലാണ്, മുത്തവാത്തിറാണ്. മുസ്തഫീൽ എന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ അവർ കളവ് പറയുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അസംഭവം, അത് നടക്കാത്തൊരു കാര്യമാണ് അത്രയും ആളുകൾ കളവ് പറയുക എന്നുള്ളത്. അത്രയും ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മള് ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ചില ഹദീസുകളെ പറ്റിയൊക്കെ പറയാലോ, ആ ഹദീസ് മുത്തവാത്തിറാണെന്ന് പറയാലോ. കളവ് പറയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അത്രത്തോളം ആളുകൾ ഇങ്ങനെ ഉദ്ധരിച്ചു പോന്നിട്ടുള്ള ഹദീസുകളാണ് മുത്തവാത്തിർ. അപ്പൊ ഖുർആനിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്, അത് തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് അവർ പറയുന്നത് അത്രത്തോളം മുത്തവാത്തിറായിട്ടുള്ള, മുസ്തഫീദായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അൽ അൻവാറുൽ നുഅ്മാനി എന്നുള്ള ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തില് ജസായിരി, ഇവരുടെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ജസായിരി, നിഅമത്തുല്ലാ അൽ ജസായിരി, അറിയപ്പെട്ട ആളാണ് നിഅമത്തുല്ലാ ജസായിരി. അവർ പറയുന്നത് എന്താ വെച്ചാല് ഈ ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ അവർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഞാൻ ആ വരി ഒന്ന് വായിച്ചുതരാം. ഇന്നൽ അസ്ഹാബ ഖദ് അത്ബഖു വലാ സിഹത്തിൽ അഖ്ബാരി അൽ മുസ്തഫീദ ബൽ അൽ മുതവാത്തിറ അദ്ദാലതു ബിസ്വരീഹിഹ അൻ വുഖൂഇ തഹരീഫ് ഫിൽ ഖുർആൻ. ഖുർആനിൽ തഹരീഫ് നടന്നിട്ടുണ്ട്, ഖുർആനിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ട്, മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ അഖ്ബാറുകൾ അത് മുസ്തഫീലാണ്, മുത്തവാത്തിറാണ് എന്നുള്ളതിൽ എന്തുണ്ട്? അത് അത്ബഖു, അവർക്കിടയിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട് എന്നുള്ളത് ജസാഇരി രേഖപ്പെടുത്തും. ആ വിഷയത്തിൽ അവർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഇനി ഇതിനേക്കാൾ ചില അപകടം പിടിച്ച വാദങ്ങളാണ് അവര് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനേക്കാൾ അപകടം പിടിച്ച ചില വാദങ്ങൾ. ഈ തിരുത്തലുകൾ നടത്തിയതാരാണ്? സഹാബികളാണ്. അവരെന്തുകൊണ്ട് തിരുത്തലുകൾ നടത്തി? അതിന് ഒരു വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ആര്? ഷിയാക്കൾ അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഖുർആൻ അത് ആരടുത്തുള്ളത്? അത് അലി റളിയല്ലാഹുവിന്റെ അടുത്താണ്. അലി റളിയല്ലാഹു അൻഹു ആ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം അത് ശേഖരിച്ചു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ഉമർ റളിയല്ലാഹു അൻഹു, അതായത് മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അലി റളിയല്ലാഹു അൻഹു അത് കാണിച്ചു കൊടുത്തു. അവരത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. ആ ഭാഗം ഞാനൊന്ന് വായിച്ചുതരാം, കാരണം അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അബൂ ജഅഫർ സ്വാദിഖിൽ നിന്ന് ഇവരുടെ നേതാവായ മുഹമ്മദ് ഇബ്നു ഹസൻ അസ്സഫാർ അയാളുടെ ബസായിറു ദറജാത്ത് എന്ന് പറയുന്ന കിതാബില് ഉദ്ധരിക്കുകയാണ്, മാ മിൻ അഹദിൻ മിനൻ നാസി യഖൂലു ഇന്നഹു ജമഅൽ ഖുർആന കുല്ലഹു കമാ അൻസലല്ലാഹു ഇല്ലാ കദ്ദാബ്. അല്ലാഹു അവതരിപ്പിച്ചതുപോലെ ഈ ഖുർആൻ ജമ്മു ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരാളും പറയില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ കള്ളനാണ്. കള്ളന്മാരല്ലാതെ ആരും ഇത് പറയില്ല. നോക്കണം, ലോകത്തുള്ള മുസ്ലിമുകൾക്ക് വിരുദ്ധമായിട്ടുള്ള വിശ്വാസം, അഹ്ലുസുന്നയുടെ അഖീദക്ക് വിരുദ്ധമായിട്ടുള്ള വിശ്വാസം, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതുപോലെ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കള്ളനല്ലാതെ അങ്ങനെ പറയില്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയണ്, വമാ ജമഅഹു, ആ ഖുർആനെ ജമ്മു ചെയ്തിട്ടില്ല, വമാ ഹഫിളഹു, ആ ഖുർആനെ സംരക്ഷിച്ചിട്ടില്ല, കമാ ഉൻസില, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതുപോലെ ആരല്ലാതെ? ഇല്ല അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു അല്ലാതെ, വല്ലൈമത്തു മിൻ ബഅദി, അലി റളിയല്ലാഹുവിന് ശേഷം വന്നിട്ടുള്ള ഇമാമിങ്ങളുമല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത രൂപത്തിൽ ആ ഖുർആൻ ആരും ക്രോഡീകരിച്ചിട്ടില്ല, ആ ഖുർആൻ ആരും സംരക്ഷിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ ഈ വാദം ഒരിക്കലും അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾ അലി റളിയല്ലാഹുവിനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഖുർആനിൽ ഇല്ലാത്ത വല്ലതും നിങ്ങളുടെ കൈകളിലുണ്ടോ?
അലി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ അല്ലാത്ത, അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു ഇറക്കി കൊടുത്ത ഖുർആനില്ലാത്ത ഒന്നും എന്റെ കയ്യിലില്ല എന്നുള്ളത് അലി റളിയല്ലാഹു പറഞ്ഞതായിട്ട് ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ബസ്വായിർ ദർജാത്തില് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇനി തൊബ്രസി തന്നെ, നേരത്തെ പറഞ്ഞ തൊബ്രസി ഉണ്ടല്ലോ, റബ്ബിന്റെ കിതാബിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള വിഷയത്തിൽ അവസാനത്തെ തീരുമാനം എന്നുള്ള ഗ്രന്ഥം രചിച്ച ആ തൊബ്രസി അബൂദർ ഗിഫാർ റളിയല്ലാഹു എന്നുള്ള ഉദ്ധരിച്ച റിപ്പോർട്ടിലാണ് ഈ സംഭവം പറയുന്നത്. ഞാൻ അതങ്ങനെ വായിച്ചു പോകാം. ലമ്മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ ജമാ അലി അലൈഹിസ്സലാം അൽ ഖുർആന, അലി റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരുമിച്ച് കൂട്ടി. യഥാർത്ഥത്തില് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇന്നത്തെ ഷിയാക്കൾ പാരായണം ചെയ്യുന്നത് ഈ ഖുർആനാണല്ലോ, അവർ നിസ്കാരത്തിൽ ഓതുന്നത് ഈ ഖുർആനല്ലോ. അങ്ങനെ ആരും സംശയിക്കേണ്ട, തെറ്റിദ്ധരിക്കേണ്ട, അത് അവരുടെ തഖിയ്യത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ ഖുർആൻ അവർ ഓതുന്നതും പാരായണം ചെയ്യുന്ന അവരുടെ തഖിയ്യത്തിന്റെ ഭാഗമാണ്. തഖിയ്യത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിയാക്കളുടെ ഒരു അബദ്ധജടിലമായ മറ്റൊരു വിശ്വാസമാണ്. അത് നമ്മൾ വേറെ വിശ്വസിക്കുക. യഥാർത്ഥത്തിൽ നിഫാഖിന്റെ മറ്റൊരു രൂപം, ഉള്ളിലൊന്ന് വെക്കുക, പുറത്തേക്ക് മറ്റൊന്ന് കാണിക്കുക, മുസ്ലിമീങ്ങളായിക്കൊണ്ട് അഭിനയിക്കുക. അത് തഖിയ്യത്ത് എന്താന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഷിയാക്കള് ഇപ്പോ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നുണ്ട്, അവര് ഹജ്ജിന് പോകുന്നുണ്ട്, അവര് നിസ്കരിക്കുന്നുണ്ട്, അവര് നോമ്പ് നോൽക്കുന്നുണ്ട്, അവർ ജക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഇന്ന് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ അവർ അംഗീകരിക്കുന്നുണ്ട്, ആ ഖുർആൻ ഓതിയിട്ടാണ് അവർ നിസ്കരിക്കുന്നത്, ആ ഖുർആൻ അവരുടെ കൈകളിലുള്ളത്. അപ്പോ ഈ ഖുർആൻ അവർ അംഗീകരിക്കാനുള്ള കാരണം എന്താ? അത് അവരുടെ തഖിയ്യത്തിന്റെ ഭാഗമാണ്. മഹ്ദി വരുന്നത് പോലെ അവർ അഭിനയിക്കും. ഈ ഖുർആൻ അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ അവരെ ബോധ്യപ്പെടുത്തും, അവരുടെ അവസാനത്തെ 12ാമത്തെ ഇമാമ് വരുന്നത് വരെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് വേറെ മനസ്സിലാക്കണം. ഇവിടെ എത്രത്തോളം അപകടകരമായിട്ടുള്ള വാദമാണ് ഈ ഷിയാക്കള് റാഫിദത്ത് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവരെ ന്യായീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ IPH പോലുള്ള ആളുകൾ, അത്തരത്തിലുള്ള സംഘടനകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങള് പിന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാനും ആളുകളാണ്. അതിനെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മദ്ഹലിയുടെ ആളുകൾ, അവര് സലഫി തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുക. അപ്പോ ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് 9ഓളം ഗ്രന്ഥങ്ങളിലൂടെ ഷിയാക്കൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾ പറയും, ചില ആൾക്കാർ അതിനെ എതിർത്തിട്ടുണ്ടല്ലോ, ഷിയാക്കളിൽപ്പെട്ട ചില ആളുകൾ എതിർത്തിട്ടുണ്ട്. 3ഓ 4ഓ പണ്ഡിതന്മാർ അതിനെ എതിർത്തുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഖുർആനിലെ തിരുത്തലുകൾ നടന്നിട്ടില്ല. പക്ഷെ അവരത് എങ്ങനെയാണ് വിശദീകരിക്കുന്നുള്ളത് വേറൊരു വിഷയമാണ്. അതും തഖിയ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകളുണ്ട്. ഇവിടെ ഞാൻ ഇതിന്റെ ഈ തൊബ്രസി പറഞ്ഞിട്ടുള്ളതിന്റെ ബാക്കിയുള്ള വിശദീകരണത്തിലേക്ക് പോകണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു ഖുർആൻ ജംഉ ചെയ്തു. വജാ അയിലൽ മുഹാജിരീന വൽ അൻസാർ, എന്നിട്ട് മുഹാജിരീങ്ങളുടെ അടുത്തേക്കും അൻസാറുകളുടെ അടുത്തേക്കും വന്നു. വഅറളഹു അലൈഹി ലമ്മാ ഖദ ഉസാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഖുർആൻ മുഹാജിരീങ്ങൾക്കും അൻസാറുകൾക്കും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഫലമ്മാ ഫതഹു അബൂബക്കർ ഖറജ ഫി അവ്വലി സഫത്തിൻ ഫതഹ ഫലായിഹുൽ ഖൗം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആദ്യ പേജ് തുറന്നപ്പോൾ തന്നെ മുഹാജിറുകളെ കുറിച്ചും അൻസാറുകളെ കുറിച്ചുമുള്ള മോശമായ കാര്യങ്ങളാണ്, അവരെ കുറിച്ചുള്ള വൃത്തികേടുകളാണ്. ആരെക്കുറിച്ച്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച്, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച്, മുഹാജിറുകളെ കുറിച്ച് ഖുർആൻ തുറന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുന്നത് ഇവരെ കുറിച്ചിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിൽ. ഉമർ റളിയല്ലാഹു അൻഹു ചാടി വീണു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ ഖുർആൻ തുറന്നു നോക്കി. അങ്ങനെ അവരെ കുറിച്ചുള്ള മോശമായിട്ടുള്ള ആയത്തുകൾ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോ ചാടി വീണു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ അലിയു ഉർദുദുഹു ഫലാ ഹാജത ലനാ ഫീ, കൊണ്ടുപോയി ഈ ഖുർആൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഫഅഹദഹു അലൈഹിസ്സലാം അൻസറഫ, അലി റളിയല്ലാഹു അൻഹു ഖുർആൻ തിരിച്ചു വാങ്ങി, എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി. സുമ്മ അഹദറു സയ്യിദ് ഇബ്നു സാബിത്ത്, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. വകാന ഖാരിയൻ ലിൽ ഖുർആൻ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാരി ആയിരുന്നല്ലോ. ഫഖാല ലഹു ഉമർ, അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇന്ന അലിയൻ ജാഅ ബിൽ ഖുർആനി, അലി റളിയല്ലാഹു അൻഹു ഒരു ഖുർആനും കൊണ്ടുവന്നിട്ടുണ്ട്. വഫീഹി ഫലാഹിൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളുടെയും അൻസാറുകളെ കുറിച്ചുള്ള മോശമായ കാര്യങ്ങളാണ് ആ ഖുർആനിലുള്ളത്. വഖദ് റഅയ്ന അൻ തുഅല്ലിഫൽ ഖുർആന, അതുകൊണ്ട് ആ ഖുർആൻ നമുക്ക് വേണ്ട, നീ ഞങ്ങൾക്ക് മറ്റൊരു ഖുർആൻ രചിച്ചു തരണം. വതുസ്കിത മിൻഹു മാ കാന ഫളീഹതൻ വഹതകൻ ലിൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളെ കുറിച്ചും അൻസാറുകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ള മോശമായ കാര്യങ്ങളുണ്ടല്ലോ, അവരെ അവമതിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവരെ അപമാനിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നീ ഖുർആൻ ജമ്മു ചെയ്യുമ്പോൾ ക്രോഡീകരിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഖുർആൻ ഉണ്ടാക്കണം. ഫഅജാബഹു സയ്യിദുൻ ഇലാ ദാലിക, ഉമർ റളിയല്ലാഹുവിന്റെ ആ പറഞ്ഞതിന് സയ്യിദ് റളിയല്ലാഹു അൻഹു അതിന് ഉത്തരം കൊടുത്തു. ഇത് തൊബ്രസി അയാളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതാണ് ഈ ഖുർആൻ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച അതേ രൂപത്തിലുള്ള ഖുർആൻ ആരുടെ കയ്യിലാണ്? അത് അലി റളിയല്ലാഹുവിന്റെ കയ്യിലാണ്. മറ്റേ ഖുർആൻ എന്ത് ചെയ്തു? അതില് മുഹാജിരികളെ കുറിച്ചും അൻസാറുകളെ കുറിച്ചും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട്
ആ ഭാഗം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? സെയ്ദ് റളിയല്ലാഹുവിനോട് വേറൊരു ഖുർആന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ വേറെ ചില റിപ്പോർട്ടുകളിൽ, ജസായിൽ ഉദ്ധരിച്ചിട്ടുള്ള ഇതിന്റെ വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് പിന്നെ അലി റളിയല്ലാഹു ഈ ഖുർആൻ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഹാദാ കിതാബുല്ലാഹ് കമാ ഉൻസിൽ, ഇതാണ് ട്ടോ അള്ളാഹുവിന്റെ ഗ്രന്ഥം, ഇത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതുപോലെ ഉള്ള ഗ്രന്ഥാണ്, അതുകൊണ്ട് നിങ്ങൾ എടുത്തോ. ഫഖാല ലഹു ഉമർ ഇബ്നുൽ ഖത്താബ്, അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ഹാജത ബിനാ ഇലൈക വലാ ഇലാ ഖുർആനിക, ആ ഖുർആൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്നനാ ഖുർആനും കതബഹു ഉസ്മാൻ, ഞങ്ങളടുത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുതിയിട്ടുള്ള ഖുർആനുണ്ട്, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. ഫഖാല ലഹും അലി റളിയല്ലാഹു അൻഹു, ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത്? ലൻ തറഹു ബഅദൽ യൗം വലാ യറാഹു അഹദുൻ ഹത്താ യൽഹറ വലദിയൽ മഹ്ദി, ഇനി ഒരാൾക്കും ഈ ഖുർആൻ കാണാൻ സാധ്യമല്ല കേട്ടോ, ഇനി എന്റെ മഹ്ദി വരണം, എന്റെ മകനായ മഹ്ദി പ്രത്യക്ഷപ്പെടുന്നത് വരെ ഈ ഖുർആൻ ഇനി ഒരാൾക്കും കാണാൻ സാധ്യമല്ല. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ കയ്യിലായിരുന്നു ആ ഖുർആൻ. ഇനി ആ ഖുർആൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 12ാമത്തെ പിന്നെ ഇമാമ് മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി അല്ലെങ്കിൽ മഹ്ദി വരണം. ആ 12ാമത്തെ ഇമാമിന്റെ കയ്യിലാണ് യഥാർത്ഥത്തിലുള്ള ഖുർആൻ. ഈ അപകടകരമായ വാദമാണ് ആർക്കുള്ളത്? ഷിയാക്കൾക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒന്നുകൂടി ഇവര് കടന്നിട്ട് എന്താ ചോദിച്ചത്? എത്രത്തോളം എന്ന് ചോദിച്ചാൽ മജ്ലിസി ഇവരുടെ ഇമാമാണ്, ഷിയാക്കളുടെ ഇമാമാണ് മജ്ലിസി. മജ്ലിസിലെ ചില വാചകങ്ങൾ കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും, അത്ഭുതപ്പെട്ടു പോകും. എത്രത്തോളം പറഞ്ഞു ചോദിച്ചാല് മജ്ലിസി പറയുന്ന സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുന്നത്, വലാകിന്ന അസ്ഹാബ് അമീലു അമല ഖൗമി മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖൗം ഉണ്ടല്ലോ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ ചെയ്തു, അതായത് സഹാബികൾ ചെയ്തു. ഫത്തബിയു ഇജ്ല ഹാദിഹിൽ ഉമ്മ വസാമിരിയഹ, അവരെന്ത് ചെയ്തു? ഈ ഉമ്മത്തിലെ സാമിരിയെയും ഇജിലിനെയും പിൻപറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഈ സമുദായത്തിലെ സാമിരിയെയും ആ സാമിരി ഉണ്ടാക്കിയ ഇജിലിനെയും പിൻപറ്റി. അനി അബൂബക്കർ ഉമർ. ആരാണ് സാമിരി? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആയതല്ലാഹ് സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടി ഉമർ. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോ സാമിരി അവർക്കൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കി. ആ പശുക്കുട്ടിയെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമ പിന്തുടർന്നു. ആ സാമിരിയെയും ആ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് പിന്തുടർന്നതാണ് മൊത്തത്തിലുള്ള പ്രശ്നം. മഅദല്ലാഹ്. ആ സാമിരിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയാണ് ആര്? ഉമർ റളിയല്ലാഹു തആല അൻഹു. ഫഖസബൽ മുനാഫിഖൂന ഖിലാഫതഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ആ മുനാഫിഖീങ്ങൾ തട്ടിയെടുത്തു. സഹാബികളെ സംബന്ധിച്ചാണ് മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞത്. മഅദല്ലാഹ്. ഇതാണ് ശിയാക്കൾ. ആ മുനാഫിഖീങ്ങൾ ഖിലാഫത്ത് തട്ടിയെടുത്തു. ഖിലാഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖലീഫത്തിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയിൽ നിന്നും. ആരാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫ? അലി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയിൽ നിന്നും ആ ഖിലാഫത്ത് സ്ഥാനം ഇവർ തട്ടിയെടുത്തു, മുനാഫിഖീങ്ങൾ തട്ടിയെടുത്തു. ഇവരുടെ പ്രധാനപ്പെട്ട വാദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്. ആ ഖിലാഫത്ത് തട്ടിയെടുത്ത ആളുകളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് തുറന്നു പറയണം, അങ്ങനെ ആ മുനാഫിഖീങ്ങൾ അത് തട്ടിയെടുത്തു. വതജാവസു ഇലാ ഖലീഫത്തില്ലാഹി അൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബിലേക്കും അവർ കടന്നു കയറി. അല്ലദീ അൻസലഹു, അല്ലാഹു അവതരിപ്പിച്ച ആ കിതാബിലേക്കും അവർ കടന്നു കയറി. ഫഹറഫു, ഖുർആനിൽ അവർ മാറ്റത്തിരുത്തലുകൾ നടത്തി. വഗയ്യറു, അതിനെ മാറ്റിമറിച്ചു. വഅമിലു ബിഹി മാ അറാദു, ആ ഖുർആനിൽ ഉദ്ദേശിക്കുന്നതൊക്കെ അവർ ചെയ്തു. ഇത് ഹയാത്തുൽ ഖുലൂബിൽ മജ്ലിസ് ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഈ ആ സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടി അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും പിൻപറ്റി. അവരെന്ത് ചെയ്തു? അവരാ ഖിലാഫത്ത് സ്ഥാനം തട്ടിയെടുത്തു, ഖുർആനിലെ മാറ്റത്തിരുത്തലുകൾ വരുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബികൾ ഖുർആനിലെ മാറ്റത്തിരുത്തലുകൾ നടത്തി എന്നുള്ളതാണ് അവര് ഈ ശിയാക്കള് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹ്റാനി, ഇവരുടെ മുഫ്തിയാണ് ബഹ്റാനി. ബഹ്റാനി അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇജ്മാഉ അഹ്ലിൽ ഖിബ്ല മിനൽ ഖാസി വൽ ആമി അന്ന ഹാദൽ ഖുർആൻ ലദീ ഫീ ഐദിൻ നാസി ലൈസൽ ഖുർആന കുല്ല. ഇവിടെ അഹ്ലുൽ ഖിബ്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാഫിലത്തിനെയാണ്. റാഫിലത്തിനിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ് എന്ത്? അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത രൂപത്തിൽ ഇന്ന് ഖുർആൻ നിലവിലില്ല. വഅന്നഹു ഖദ് ദഅഹബ മിനൽ ഖുർആനി മാ ലൈസ ഫീ ഐദിൻ നാസ്, ഇന്ന് ജനങ്ങളുടെ കൈകളിലുള്ള ഖുർആനിലുള്ള പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഖുർആനിലുള്ള പലതും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അപകടം പിടിച്ച വാദങ്ങളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് ശിയായിസത്തിന്റെ അടിസ്ഥാനമാണ്. ഇങ്ങനെ ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട്,
അത് സ്വഹാബികൾ തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളതാണ്. ബഹ്റാനി, അദ്നാൻ ബഹ്റാനി എന്ന് പറയുന്ന ഇവരുടെ പ്രഗത്ഭനായ ഒരാള് അയാളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതെന്ന് വെച്ചാല് അൽ ഖൗലു ബിത്തഹരീഫ് മിൻ ലറൂറിയാത്തി മദ്ഹബി ശിയ. ഖുർആനിൽ തഹരീഫ് നടന്നിട്ടുണ്ട്, കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് ശിഈ മദ്ഹബിന്റെ അടിസ്ഥാന കാര്യത്തിൽപ്പെട്ടതാണ്, അനിവാര്യമായും വിശ്വസിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അത്രത്തോളം ഇവർക്ക് നിർബന്ധമാണെന്ത് അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തിന്റെ നിലപാട് എന്താന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അപ്പോ ഇതാണ് ഷിയാക്കള് ഈ വിഷയത്തിൽ അവർക്കുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിന്റെ ഉദാഹരണം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തോ, ഇത് വ്യാഖ്യാനങ്ങളിൽ വരുന്ന വ്യത്യാസമല്ല, വ്യാഖ്യാനങ്ങളല്ല തിരുത്തിയിട്ടുള്ളത്. ചില ആയത്തുകൾ തന്നെ അവർ കട്ടു എന്നുള്ളതാണ്, ചില ആയത്തുകൾ ഇവരിതിലേക്ക് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. ഇതിങ്ങനെ ഷിയാക്കൾ പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഇവരെന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തിരുത്തി എന്നുള്ള വാദവുമായിട്ട് വരുന്നത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് ഈ ഷിയാക്കളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് വിലായത്ത് സിദ്ധാന്തം, വിലായത്ത് വിശ്വാസം, അതായത് ഇമാമത്ത് സിദ്ധാന്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം വരുന്ന 12 ഇമാമികൾ. ആ ഇമാമുകളെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് ഈമാൻ കാര്യങ്ങൾ എങ്ങനെയാണോ, നമുക്ക് ഇസ്ലാം കാര്യങ്ങൾ എങ്ങനെയാണോ, ഒരാൾ ഈമാൻ കാര്യങ്ങളിൽ ഇസ്ലാം കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിലെ ദീനിൽ നിന്ന് പുറത്താണ്, അവൻ കാഫിറാണ്, മുർത്തദാണ്. അതേപോലെയാണ് ഇമാമിങ്ങളെ സംബന്ധിച്ചുള്ള ഷിയാക്കളുടെ വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അപ്പൊ നമ്മൾ ആളുകൾ ചോദിക്കും, വിഷയം മനസ്സിലാക്കണം, ഈ നിങ്ങളുടെ ഇമാമത്ത് സങ്കല്പത്തിനുള്ള അല്ലെങ്കിൽ ഇമാമത്ത് സിദ്ധാന്തത്തിനുള്ള തെളിവെന്താണ്? അത് ഖുർആനിലുണ്ടോ? ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസമായ ഇമാമത്ത് വാദം എന്നുള്ള ഈ വാദം, ആ വാദത്തിന്റെ തെളിവ് ഖുർആനിലെവിടെ? അപ്പൊ അവർ പറയും അത് ഖുർആനിലുണ്ടായിരുന്നു, അത് സ്വഹാബത്ത് തിരുത്തി. അപ്പൊ അവർക്ക് ഖുർആൻ തിരുത്തിയത് പറയൽ നിർബന്ധമാണ്. കാരണം ആ ഇമാമത്ത് വാദത്തിലുള്ള തെളിവെവിടെ? ഈമാൻ കാര്യത്തെ പോലെ ഇസ്ലാം കാര്യങ്ങളെ പോലെ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് ഷിയാക്കൾ പഠിപ്പിക്കുന്ന ആ വിലായത്ത് വാദം അല്ലെങ്കിൽ ഇമാമത്ത് വാദത്തിലുള്ള തെളിവ് ഖുർആനിൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അത് സ്വഹാബികൾ കട്ടു, ഖുർആനിൽ അതുണ്ടായിരുന്നു, ഖുർആനിൽ 17,000-ഓളം ആയത്തുകൾ ഉണ്ടായിരുന്നു, ആ രണ്ട് ഭാഗവും ഇവർ കട്ടു, അപ്പൊ അത് ഖുർആനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഖുർആൻ തിരുത്തിയെന്ന് പറയല് നിർബന്ധമായി. രണ്ടാമതൊരു വിഷയം എന്താ വെച്ചാല് സ്വഹാബത്തിനെ സംബന്ധിച്ച് ഷിയാക്കളുടെ പിന്നെ വിശ്വാസം എന്താണ്? അവര് കാഫിറുകളാണ്, മുർത്തദുകളാണ്. 3-4 സ്വഹാബികൾ, വിരലെണ്ണാവുന്ന സ്വഹാബികൾ. ആ സ്വഹാബികളല്ലാത്ത മറ്റെല്ലാ കാഫിറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടു കൂടിയിട്ട് അവരൊക്കെ കാഫിറുകളാണ്, അവരൊക്കെ മുർത്തദുകളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, ഇന്നത്തെ ഖുർആനിൽ ആ സ്വഹാബികളെ സംബന്ധിച്ച് അല്ലാഹ് എന്ത് പറഞ്ഞിട്ടുണ്ട്? റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ സനാ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, കുൻതും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ആമലൂ ബിമിസ്ലിമ ആമൽതും, ആ സ്വഹാബത്ത് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആ സ്വഹാബികളെ ഒരുപാട് സ്ഥാപിക്കുൽ അവ്വലൂന എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സനാ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഖുർആനിലുണ്ട്. അപ്പൊ അവർ പറയും അതൊക്കെ അവർ കൂട്ടിച്ചേർത്തതാണ്, ഈ മുഹാജിറുകളും അൻസ്വാറുകളും ഈ സ്വഹാബികളും ഖുർആനിൽ കൂട്ടിച്ചേർത്തതാണ് എന്നവർ പറയും. അപ്പോ ഈ സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള സനാ ഖുർആനിൽ ഉണ്ടാകുമ്പോ ആ ഖുർആൻ അംഗീകരിക്കാൻ ഒരിക്കലും ഷിയാക്കൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള ഖുർആൻ അത് തിരുത്തപ്പെടേണ്ടി എന്നുള്ളത്, അത് വാദിക്കുക എന്നുള്ളത് ഷിയാക്കൾക്ക് നിർബന്ധമാണ്, അത് ഇസ്നാശിരികൾക്ക് നിർബന്ധമാണ്. ഇനി ചില ഉദാഹരണങ്ങൾ പറയാം. ഏതാണ് ഉദാഹരണങ്ങൾ? സലീം ഇബ്നു ഖൈസുൽ ഹിലാലി, അയാൾ വളരെ പ്രസിദ്ധനാണ്. അയാളുടെ ഒരു ഗ്രന്ഥമുണ്ട്, കിതാബ് സലീം ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അയാൾ തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്, ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ. അതിലൊരു റിപ്പോർട്ട് കൊണ്ടുവരുന്നത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞതായിട്ട്. ഇതൊക്കെ കളവാണ് കേട്ടോ. അലി റളിയല്ലാഹു തആലയുടെ പേരിൽ പറയുന്നതൊക്കെ കളവാണ്. അദ്ദേഹം പറഞ്ഞതായിട്ട് പറയണേ, ഇന്നൽ അഹ്സാബ് തഅദിൽ സൂറത്തുൽ ബഖറ, അഹ്സാബ് സൂറത്തുണ്ടല്ലോ അത് സൂറത്തുൽ ബഖറിന്റെ അത്രത്തോളം ഉണ്ടായിരുന്നു. അഹ്സാബ് സൂറത്തുൽ ബഖറിന്റെ അത്രത്തോളം ഉണ്ടായിരുന്നു. വന്നൂർ 60 ആയ സൂറത്തുൻ നൂർ എന്നുള്ളത് 160 ആയത്ത് ഉണ്ടായിരുന്നു, 160 ആയത്തുണ്ടായിരുന്നു. വൽ ഹുജറാത്ത് 60 ആയ, ഹുജറാത്ത് എന്ന് പറയുന്ന അധ്യായം 60 ആയത്തുകൾ ഉണ്ടായിരുന്നു. വൽ ഹിജ്റു 90 ആയ, ഹിജ്റിൽ 190 ആയത്തുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആര് ചെയ്തു? അതൊക്കെ സ്വഹാബികൾ തിരുത്തി എന്നുള്ളതാണ് നമുക്കറിയാം. അഹ്സാബില് 73 ആയത്തുകളാണ്, സൂറത്തുൽ ബഖറയിൽ 286 ആയത്തുകളാണുള്ളത്, നൂറിലാകെ 64 ആയത്തുകളാണുള്ളത്, ഹുജറാത്തിലാകെ 18 ആയത്തുകളാണുള്ളത്, ഹിജ്റിലാകെ 99 ആയത്തുകളാണുള്ളത്. അത്രയും ആയത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആര് പറയുന്നത്? ഷിയാക്കള് വാദിക്കുന്നത്. ആ ആയത്തുകളൊക്കെ ആര് കട്ടു? സ്വഹാബികള് കട്ടു. മാത്രല്ല സുദൂഖ് സവാബുൽ അമാൽ എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്ന് അബു അബ്ദുല്ലയിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയണ സൂറത്തുൽ അഹ്സാബ് ഫിഹാ ഫളാഇഹുർ റിജാലി വന്നിസാഇ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മോശമായ ഒരുപാട് കാര്യങ്ങൾ സൂറത്ത് അഹ്സാബിൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു പോയിന്റാണ്. സൂറത്ത് അഹ്സാബിൽ ശ്രദ്ധിക്കണം,
ഷിയാക്കളുടെ അപകടകരമായ വാദം. സൂറത്ത് അഹ്സാബിൽ ഖുറൈശികളിലും അല്ലാത്തവരിലും പെട്ട പുരുഷന്മാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും പറയുന്ന ഒരുപാട് വൃത്തികേടുകൾ, ഫലായികൾ, മോശമായ കാര്യങ്ങൾ സൂറത്ത് അഹ്സാബിൽ ഉണ്ടായിരുന്നു. യാ ഇബ്നു സിനാൻ, സിനാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന സൂറ ഫലഹത്ത് നിസാ ഖുറൈശി മിനൽ അറബി വകാനത് അത്വലു മിൻ സൂറത്തുൽ ബഖറ. സൂറത്ത് ബഖറയേക്കാൾ ദീർഘമുണ്ടായിരുന്നു സൂറത്ത് അഹ്സാബിന്. വലാകിൻ നഖസൂഹ വഹറഫൂഹ. അതെന്ത് ചെയ്തു? അതില് മാറ്റത്തിരുത്തലുകൾ നടത്തി, അതില് ഭേദഗതി വരുത്തി, ഖുർആനിൽ പലതും അവര് ഒഴിവാക്കി. ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കാം. കാഫിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ പ്രധാനപ്പെട്ടത് മാത്രം വിശദീകരിച്ചാലാണ്, പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങൾ മാത്രം. മറ്റൊന്ന് കുലൈനി ഉദ്ധരിക്കുകയാണ്. കുലൈനി ഉദ്ധരിക്കുന്ന ഏത് സാലസായിലും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഷിയാക്കൾ പറയുന്നത് ആയത്ത് അങ്ങനെയല്ല. കുലൈനി പറയാണ്, അബൂ ബസീറിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അന്നബി അബ്ദില്ല അലൈഹിസ്സലാം, അബൂ അബ്ദില്ല പറഞ്ഞു. അബൂ അബ്ദില്ല എന്ന് പറഞ്ഞാൽ ജാഫർ സാദിഖാണ്. ഇവർ അംഗീകരിക്കുന്ന 6ാമത്തെ ഇമാമാണ്. ജാഫർ സാദിഖിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ജാഫർ സാദിഖിന്റെ പേരിൽ കളവ് പറഞ്ഞത്ര വേറെ ലോകത്ത് മറ്റാളുടെ പേരിലും കളവ് പറഞ്ഞിട്ടില്ല. അത്രത്തോളം കളവുകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു, അലി റളിയല്ലാഹു പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുക. അപ്പൊ അദ്ദേഹം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കാണ്. അബൂ ബസീറിൽ നിന്ന് ഉദ്ധരിക്കാണ്. ഫീ ഖൗലില്ലാഹി തആല സലസായിലും ബിഅദാബിൻ വാഖി ലിൽ കാഫിരീന ബിവിലായത്തി അലിയിൻ ലൈസ ലഹു ദാഫി. അങ്ങനെയാണ് ഇത്തരായത്ത്. എന്നിട്ട് അയാൾ പറയാണ്, സുമ്മഖാല ഹകദാ വല്ലാഹി, ഇങ്ങനെയാണ്, അല്ലാഹ് തന്നെയാണ് സത്യം, നസല ബിഹാ ജബ്രായീൽ അലാ മുഹമ്മദിൻ. ഇങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സലസായിലും ബിഅദാബിൻ വാഖി ലിൽ കാഫിരീന ബിവിലായത്തി അലിയിൻ. ഇത് കുലൈനി ഉദ്ധരിച്ചതാണ്, ഉസൂലുൽ കാഫിയിൽ ഉദ്ധരിച്ചതാണ്. വേറെ ഉദാഹരണങ്ങൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി അടുത്ത് വന്നു അബൂ ജാഫർ തന്നെ ഉദ്ധരിക്കാണ്, പിന്നെ ഉസൂലുൽ കാഫിയിൽ ഉദ്ധരിക്കാണ്. നസല ജിബ്രീൽ ബിഹാദിഹിൽ ആയ അലാ മുഹമ്മദിൻ ഹക്കദ വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്രി. നമുക്ക് പരിചയമുള്ള ആയത്ത്. ആ ആയത്ത് അങ്ങനെയല്ല ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു കൊടുത്തത്. ആ ആയത്ത് എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫീ അലിയിൻ എന്നുള്ളത് കട്ടു, സഹാബികൾ കട്ടു. അപ്പൊ ഇതുവർക്ക് ബാധിക്കൽ നിർബന്ധമാണ്. കാരണം എന്താ? അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്, അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. അപ്പൊ അവിടെ അങ്ങനെയാണ് വരേണ്ടതെന്ന്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫീ അലിയിൻ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി. അങ്ങനെയാണ് വരേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. മറ്റൊരായത്ത് കാഫിയിൽ തന്നെ കുലൈനി ഉദ്ധരിച്ചിട്ടുള്ള അബൂ ബസീറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. മനിതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. അഹ്സാബിലെ 33ാമത്തെ ആയത്ത്. ആ ആയത്ത് അങ്ങനെയല്ല ജിബ്രീൽ കൊണ്ടുവന്നതെന്നാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത പദം എങ്ങനെയായിരുന്നു? മനിതഇല്ലാഹ വറസൂലഹു ഫീ വിലായത്തി അലിയിൻ വൽ അഇമ്മത്തി മിൻ ബഅദിഹി. അർത്ഥത്തിൽ ഇവിടെ ചില ആളുകൾ പറഞ്ഞെന്ന് വെച്ചാല് വ്യാഖ്യാനത്തിലുള്ള വ്യത്യാസമല്ലേ എന്നുള്ളതാണ്. വ്യാഖ്യാനത്തിലുള്ളത് വേറുണ്ട് ഒരുപാട്. പശുവിനെ അറക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഷിയാക്കൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളതല്ലോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. മഅദല്ലാഹ്, ബനൂ ഇസ്രായേലിനോട് ഒരു പശുവിനെ അറക്കണം എന്ന് പറഞ്ഞല്ലോ, അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് അറക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള. പിന്നെ അപകടകരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വേറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഖുർആനിൽ അവർ തിരുത്തിയിട്ടെന്ന് പറയുന്ന വാദങ്ങളാ. ഈ ആയത്തിൽ പറയും മനിതഇല്ലാഹ വറസൂലഹു ഫീ വിലായത്തി അലിയിൻ വൽ അഇമ്മത്തി മിൻ ബഅദിഹി ഫഖദ് ഫാസ ഫൗസൻ അദീമ. കുലൈനി ഉദ്ധരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, കുലൈന്റെ ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് ബുഖാരി എങ്ങനെയാണോ അങ്ങനെയാണ്. അപ്പൊ ഇതിനാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ തന്നെയാണ് ഷിയാക്കൾ പാരായണം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓതിയിട്ടാണ് അവർ നിസ്കരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോ അലം നശ്റഹ് സ്വദറക വദഅനാ ഗിസ്റക വറഫഅനാ ലക ദിക്റക, അവിടെ ഒരു ആയത്ത് കട്ടു എന്നാണ്. വറഫഅനാ ലക ദിക്റക വബി അലിയിൻ സിഹറക, അത് കട്ടു എന്നുള്ളതാണ്. ഖുർആൻ ക്ലാസ് ആണ്, ഷിയാക്കളുടെ ഖുർആൻ ക്ലാസ്. ഇങ്ങനെ ആയത്തിൽ നിരവധി ഉദാഹരണങ്ങൾ. മറ്റൊന്ന് മജ്ലിസ് ഉദ്ധരിച്ചുള്ളത് ബാഖിർ അൽ മജ്ലിസ്, ബിഹാറുൽ അൻവാർ, ഇവരൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥാണ് ബിഹാറുൽ അൻവാർ ഒക്കെ. അതിൽ പറയാണ് അബൂബത്തിൽ ഉദ്ധരിക്കണം, വല്ലാഹി മാ കന്നല്ലാഹു ഫീ കിതാബി അത്തഖാല യാ വൈലത ലൈതനി ലമത്തഖിദ് ഫുലാൻ ഖലീല. ഫഖാല 28ാമത്തെ ആയത്ത്. അത് അങ്ങനെ അല്ലായിരുന്നു. വൈന്നമാഹിയ ഫീ മുസ്തഫി അലിയിൻ അലൈഹിസ്സലാം, അത് അലിന്റെ മുസ്തഫിലുള്ളത് എങ്ങനെയാണ്? യാ വൈലതി ലൈതനി ലമത്തഖിദ് സാനി ഖലീലൻ എന്നുള്ളതാണ്. ഞാൻ ഇന്ന ആളെ കൂട്ടുകാരെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് ഫുർഖാൻ 28ാമത്തെ ആയത്ത്. ആ ആയത്ത് ശരിക്കും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ്. ആ ആയത്ത് എങ്ങനെയായിരുന്നു? യാ വൈലതി ലൈതനി ലമത്തഖിദ് സാനി ഖലീല, രണ്ടാമത്തവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. രണ്ടാമത്തവൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഇത് പറയുന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരലോകത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നതാണ്.
ഞാൻ ഉമറിനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്ന അങ്ങനെ ഒരു ആയത്താണ്. ഈ ആയത്താണ് ജിബ്രീൽ ഇറക്കി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഫുർഖാനിലെ 28-ാമത്തെ ആയത്ത്. അത് കട്ടു എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചപ്പോൾ 3 എണ്ണം കട്ടു, 3 കാര്യങ്ങൾ കട്ടു. അതിൽ വന്നിട്ടുള്ളത് അന്ന ഉസ്മാൻ ഹദഫൻ ഹാദൽ ഖുർആൻ സലാസത്തു വശിയായ 3 കാര്യങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കട്ടു. ഇതൊക്കെ എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഈ ഷിയാക്കളെ ന്യായീകരിക്കാനാണ് ചില ആളുകൾ നടക്കുന്നത്. എന്നിട്ട് ഇതിനെ എതിർക്കുന്ന ആളുകൾ തീവ്രവാദികളും മതമൗലികവാദികളും. ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടാക്കുന്ന അപകടം അത് മറ്റൊരു വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ ഷിയാ പുസ്തകങ്ങള്, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ വാദങ്ങളൊക്കെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകളാണെങ്കിൽ അതല്ലാത്ത ആളുകളാണെങ്കിൽ കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഈ അപകടകരമായ വാദങ്ങളെ കുറിച്ച് അവരറിയണം. അവരിങ്ങനെ ഒരു വെടിവെച്ചിട്ടാണ് പോവുകയാണ്. ഇന്ന് ഷിയാക്കൾ ഓതുന്നത് ഈ ഖുർആൻ തന്നെയാണല്ലോ, മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഖുർആൻ തന്നെയാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ പറഞ്ഞിട്ടുള്ളത് ഓരോന്നും ഞാൻ ആ കിതാബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ആരാണ് പറഞ്ഞതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 9ഓളം ഗ്രന്ഥങ്ങളാണ് ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ഇവര് പിന്നെ ഇറക്കിയിട്ടുള്ളത്. 9ഓളം ഗ്രന്ഥങ്ങൾ. അപ്പൊ ഇത് ചില്ലറൊരു കാര്യമല്ല. ഇത് ഒക്കെ ഇറാനിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് അവര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് അവരത് പിന്നെ വിതരണം ചെയ്യുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാനും ആൾക്കാരുണ്ട്. അബൂ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആനിൽ 3 കാര്യങ്ങൾ കട്ടു. ഒന്ന് ഏതൊക്കെയാണ്? മനാഖിബ് അമീറുൽ മുഅ്മിനീൻ അലിയിൻ വഅഹ്ലുൽ ബൈത്ത്. അഹ്ലുൽ ബൈത്തിന്റെയും അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹുവിന്റെയും മനാഖിബുകൾ, ശ്രേഷ്ഠതകൾ വിശദീകരിച്ചിട്ട് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് കട്ടു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വദമ്മു ഖുറൈശിൻ വൽ ഖുലഫാഇ സലാസ. ഖുറൈശികളെ സംബന്ധിച്ച് 3 ഖുലഫാ റാഷിദീങ്ങൾ ഉണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു, ഇവരെ കുറിച്ചുള്ള ദമ്മ് ഖുർആനിലുണ്ടായിരുന്നു എന്നാ. അതേപോലെ തന്നെ ഖുറൈശികളെ സംബന്ധിച്ചുള്ള ആക്ഷേപം ഖുർആനിലുണ്ടായിരുന്നു, അതും കട്ടു. അതേപോലെ തന്നെ മിസ്ലി ആയത്ത് യാ ലൈതനില മത്തഹിദ് അബൂബക്കറിൻ ഖലീല, ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞത് അതിന്റെ മറ്റൊരു ഇത്. ഞാൻ അബൂബക്കറിനെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നോട് തുടങ്ങിയ ആയത്തുകൾ ഇത് മജ്ലിസിൽ വിശദീകരിച്ചത്. ഇങ്ങനെയുള്ള ആയത്തുകൾ ആര് കട്ടു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കട്ടു എന്നുള്ളതാണ് ഇവര് പറയുന്നത്. കാശി എന്ന് പറയുന്ന ആള്, അയാളൊരു തഫ്സീറുണ്ട്. ആ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ വിശദീകരിക്കുകയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഖുർആൻ എന്നില്ല. വാനഹു ഖദ് ഹുദിഫ മിൻഹു അശ്യാൻ കസീറ, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കളയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇസ്മു അലി റളിയല്ലാഹു അൻഹു ഫീ കസീരിൻ മിനൽ മവാദി, ഖുർആനിൽ ധാരാളം സ്ഥലങ്ങൾ അലി റളിയല്ലാഹു അൻഹു പേര് വന്നിട്ടുണ്ടായിരുന്നു, അത് കട്ടു. വമിൻഹാ ലഫ്ളത്തു ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, അത് കട്ടു. അക്സറ മിൻ മറ, പലതവണ, ഒന്നിൽ കൂടുതൽ തവണ ഖുർആനിൽ വന്നിട്ടുണ്ടായിരുന്നു, അത് കട്ടുവരെ ഒഴിവാക്കി. വമിൻഹാ അസ്മാഉൽ മുനാഫിഖീന ഫീ മവാദിഹ, മുനാഫിഖുകളുടെ പേരുകൾ അതിലുണ്ടായിരുന്നു. വമിൻഹ ഗൈറു ദാലിക, അതല്ലാത്ത കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു, അതൊക്കെ എന്ത് ചെയ്തു? അവര് കട്ടു. കാശി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ പറയണം. വേറെ സ്ഥലത്ത് പറഞ്ഞു സഹാബികളുടെ മദഹിനെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ കണ്ടൊന്നും നീ വഞ്ചിതരാകണ്ട. ആരാ പറയുന്നത്? ജസായിരി പറയാൻ, നിഅമത്തുല്ലാ അൽ ജസായിരി ഇവരുടെ ടോപ്പാണ്, സൂപ്പർ ആളാണ്. അയാൾ പറയണം ലാ തഅജബു മിൻ കസറത്തിൽ അഖ്ബാരിൽ മൗദൂഅ, സഹാബികളെ സംബന്ധിച്ച് സനാ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഹദീസുകൾ ഉണ്ടാക്കും, മൗദൂഅ ആയിട്ടുള്ള ഹദീസുകളാണ്. അത് കണ്ട് നീ വഞ്ചിതനാകരുത്. കാരണം എന്താ? ഫൈനഹും ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗയ്യറു വബദ്ദലു ഫിദ്ദീനി മാ ഹുവ അഅലമു മിൻ ഹാദാ, ഇതിനേക്കാൾ വലിയ കാര്യം അവര് റസൂലുള്ളാഹി മരിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ അവരെ കുറിച്ച് സനാ ചെയ്തുകൊണ്ട് അവരെ ഹദീസുകൾ ഉണ്ടാക്കുന്നത്? അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ അവര് ഈ ദീൻ ഇസ്ലാമിൽ ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം. ഖദ് ഗയ്യറു വബദ്ദലു ഫിദ്ദീനി ഖതഈരിഹിം അൽ ഖുർആൻ, ഏതുപോലെ ഖുർആൻ തഅയ്യർ, ഖുർആൻ മാറ്റത്തിരുത്തലുകൾ വരുത്തി. ഞാൻ നേരത്തെ പറഞ്ഞു അഹ്ലുസുന്നത്തിന്റെ വാദം എന്താ? ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അത് ലോകാവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ഇവര് പറയുന്നത് എന്താ? ഒരു ഖതഈരിഹിം അൽ ഖുർആൻ, ഖുർആനില് മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്നാണ്. വ തഹരീഫി കലിമാത്തി വ ഹദഫി മാ ഫീഹി മദായിഹു ആലി റസൂൽ വലൈബത്തി ത്വാഹിരീൻ, ഇവരുടെ ഇമാമിങ്ങളെ കണ്ടോ? പരിശുദ്ധരായ ഇമാമിങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ 12 ഇമാമിങ്ങൾ ഉണ്ടല്ലോ, അത് അവരുടെ സിദ്ധാന്താണ്. അതിലാണ് ഷിയായിസ നിലനിൽക്കുന്നത്. ആ 12 ഇമാമിങ്ങളെ കുറിച്ച്, വിശുദ്ധരായ ഇമാമിങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫളായിഹിൽ മുനാഫിഖീൻ വഇൽഹാരി മസാഫീഖിൻ, മുനാഫിഖുകളുടെ മോശമായ കാര്യങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇവരെന്ത് ചെയ്തു? അതൊക്കെ ഇവര് കട്ടു. അങ്ങനെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു, ഖുർആനിലെ മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്നുള്ളതാണ് ഷിയാക്കള് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള വാദങ്ങളാണ് ഈ വിഷയത്തിൽ ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ഷിയാക്കള്, റാഫിദത്ത്, ഇസ്നാശരികള് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇതൊരു അപകടം പിടിച്ച വാദം. അപ്പൊ ഈ ഒരു വാദം അവർ കൊണ്ടുവരാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം എന്താണ്? ആ കാരണം തന്നെയാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഇമാമത്ത് വാദം പൊളിയും, അതിന് തെളിവില്ല. അപ്പൊ അതൊക്കെ ഏത് ഖുർആനിലുണ്ട്? ഇനി 12ാമത്തെ ഇമാമിന്റെ കയ്യിലുണ്ട് എന്നാണ്. അയാൾ അണ്ടർഗ്രൗണ്ടിലാണല്ലോ. അപ്പൊ അതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ്, കെട്ടുകഥകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വേറെ പഠിക്കാം.
അതേപോലെ തന്നെ സ്വഹാബികളെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നത് കാഫിറുകളാണെന്നുള്ളതാണ്. പക്ഷെ ഖുർആനിൽ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് നേരെ തിരിച്ചു. അപ്പൊ അതിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ഈ തെറ്റായ വാദങ്ങള് സമർത്ഥിക്കണമെങ്കിൽ അവർക്ക് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇവരുടെ കുലൈനിയുടെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്നത്, ആ മഹദിന്റെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, ആ മഹദിന്റെ കയ്യിലുള്ള ഖുർആനിൽ വല്ലാഹി മാ ഫീഹി മിൻ ഖുർആനിക്കും ഹർഫുൻ വാഹിദുൻ, നിങ്ങളുടെ ഈ ഖുർആനിലുള്ള ഒരു ഹർഫ് പോലും ആ ഖുർആനിലില്ല എന്നുള്ളതാണ്. അപ്പൊ അത് അലി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചത്. പച്ച തോണയാണ്, അലി റളിയല്ലാഹു ക്രോഡീകരിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അലി റളിയല്ലാഹു അത് കാണിച്ചു കൊടുത്തു എന്നുള്ളത്. അലി റളിയല്ലാഹു അത് കാണിച്ചു കൊടുത്തതിന്റെ വേറെ രസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹുവിനെ അവർ കൊല്ലാൻ തീരുമാനിക്കും, അതിനൊരാളെ ചുമതലപ്പെടുത്തും, അത് നടക്കാതാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ അതിന്റെ അത്തരത്തിലുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ അവര് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ ഇപ്പോ പോകുന്നില്ല. അപ്പൊ ഇതാണ് ഈ വിഷയ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്താന്നുള്ളത് പഠിക്കുക, മനസ്സിലാക്കുക. അപ്പൊ ഈ ശിയാക്കൾക്കിടയിലും ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള വ്യത്യാസം കേവലം ഫുറൂഇ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല. അപ്പൊ ഇതിനെ ന്യായീകരിക്കാനും നടന്നിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അവർ വായിച്ചത് പറഞ്ഞിട്ട് എടുത്ത് തിരിച്ചിട്ട് ഗണ്ണിക്കാന്നുള്ളത് നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തില് അത് നടക്കണ കാര്യമില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാല് തൗറാത്തും ഇഞ്ചീലും സബൂറും അതില് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൈകടത്തൽ നടത്തിയിട്ടുണ്ടല്ലോ. ഇവര് പറയേണ്ടത് എന്താ വെച്ചാല് അവരല്ല കുറ്റം പറയേണ്ടതാണ്, ജൂതന്മാരും ക്രിസ്ത്യാനികളല്ല കുറ്റം പറയേണ്ടത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി സഹാബികളാണ്, അത് ഇവർക്കാണ് ചേരുക, സഹാബികൾക്കാണ് അത് ചേരുക എന്നുള്ളത് വരെ പറഞ്ഞു വെച്ചിട്ട് ആരും അറിയും. ഹുമൈനി, സാക്ഷാൽ ഹുമൈനി, ഖാംനായി അല്ല ഹുമൈനി. ഈ ഹുമൈനിയുടെ വാദങ്ങൾ വളരെ അപകടകരമായിട്ടുള്ള വാദങ്ങളാണ്. എന്നിട്ട് ഈ ഹുമൈനിയാണ് ഇമാം എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കേരളത്തിൽ കൊണ്ടുനടക്കുന്നത്. ഇമാം ഹുമൈനി, ആ ഹുമൈനിന്റെ ചില വാദങ്ങള് വേറെ തന്നെ നമ്മളൊരു വിഷയമായിട്ട് പഠിക്കേണ്ടതാണ്. ഹുമൈനിന്റെ വാദങ്ങൾ അതിലൊരു വാചകം മാത്രം പറഞ്ഞുതരാം. ഈ സഹാബികൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഖുർആൻ തിരുത്തി ചില കാര്യങ്ങൾ അവർ ചെയ്തു, അത് മുസ്ലിങ്ങൾക്ക് അപമാനമായി, ലോകാവസാനം വരെ അപമാനം മുസ്ലിങ്ങളിൽ ഉണ്ടാകും. എന്നിട്ട് ഖുമൈനി അത് അവസാനിപ്പിക്കുന്നത് ഇന്ന തുഹ്മത തഹരീഫില്ലതി യുവജ്ജിഹൂനഹ ഇലൽ യഹൂദി വന്നസാറ, യഹൂദികളെക്കുറിച്ചും നസ്രാണികളെക്കുറിച്ചും ഇവർ ആരോപിക്കുന്ന ആരോപണം ഇന്നമാ ഹിയ സാബിതത്തുൻ അലൈഹിം, ആ ആരോപണം അവർക്കാണ് ബാധകമായി തീരുന്നത്, ഈ സ്വഹാബികൾക്കാണ് ബാധകമായി തീരുന്നത്. ജൂതന്മാർ ക്രിസ്ത്യാനികൾ എടുത്ത പണി ഖുർആനിൽ എടുത്തത് ആരാണ്? ഈ സ്വഹാബികളാണെന്നുള്ളതാണ് ഈ ഖുമൈനി പറയുന്നത്. അത്രത്തോളം അപകടം പിടിച്ചിട്ടുള്ള വാദമാണ്. മഅദല്ലാഹ്, അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സ്വഹാബത്തിനെ സംബന്ധിച്ചാണ് ഇവർ പറയുന്നത്. ഇജിലാണ് സാമിരിയാണ്, സാമിരി ഉണ്ടാക്കിയ പശുക്കുട്ടിയാണ്. ജൂത ക്രിസ്ത്യാനികൾ അവരുടെ വേദഗ്രന്ഥങ്ങൾ തിരുത്തിയതുപോലെ ഖുർആനെ തിരുത്തിയ ആൾക്കാരാണ് ആര്? ഈ സ്വഹാബികൾ എന്നുള്ളത്. അപ്പൊ അവരുടെ ആ വാദം സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ഖുർആൻ തിരുത്തപ്പെടണമെന്നുള്ളത് അത് വാദിക്കണം, അത് സമർത്ഥിക്കണം. അപ്പൊ ഈ അബദ്ധജടിലമായിട്ടുള്ള വാദമാണ് ഷിയാക്കൾക്കുള്ളത്. ഇനി വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഖുർആനിൽ കടത്തിക്കൂട്ടിയതുണ്ട്, ഖുർആനിൽ എടുത്ത് ഒഴിവാക്കിയതുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അവർ പറയുന്നുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കുറെയൊക്കെ ഗ്രന്ഥങ്ങൾ നമുക്കത് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അഹ്ലുസുന്നത്തിന്റെ ആൾക്കാർ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്, അതല്ലാത്ത ഗ്രന്ഥങ്ങളുണ്ട്. ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഞാൻ എഴുതി PDF കിട്ടും നോക്കാതിട്ട്. അതിലെ ഉദാഹരണങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആയത്തുകൾക്ക് ശറഅ് ചെയ്തത് അതിലേറെ അപകടം പിടിച്ചതാണ്, അത് വേറൊരു വിഷയമാണ്. അതല്ല ഇപ്പൊ പറഞ്ഞത്. ഇവിടെ ഖുർആൻ തിരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഒരാൾ, ഒരു സംഘടനക്കാരും, ഒരു പ്രസ്ഥാനത്തിന്റെ ആളും, ഒരു മുസ്ലിമും പറയാത്ത വാദമാണ് ഈ വിഷയത്തിൽ ആർക്കുള്ളത്? ഷിയാക്കൾക്കുള്ളത് എന്നുള്ളത്. അപ്പൊ ചില്ലറ അഭിപ്രായ വ്യത്യാസമല്ല. അവര് ഹജ്ജിന് പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അതൊക്കെ ഈ തഖിയ്യത്തിന്റെ ഭാഗമാണ്. അതാ മഹദി വരുന്നത് വരെ അങ്ങനെ തന്നെ ആയിരിക്കും. തഖിയ്യത്ത് എന്നുള്ളത് പറഞ്ഞല്ലോ, ഉള്ളിലൊന്ന് വെക്കുക, പുറത്തേക്ക് മറ്റൊന്ന് കാണിക്കുക. സുന്നികൾ കൂടുതലുള്ള പ്രദേശത്ത് വരെ അങ്ങനെയാണ് ജീവിക്കുക. അവര് സുന്നികളുടെ കൂടെ ഉണ്ടാവും. അവരുടെ ഉള്ളിൽ വിശ്വാസം എന്തായിരിക്കും? ഉൾട്ടായിരിക്കും. നിഫാഖിന്റെ അതന്നെ നിഫാഖിന്റെ പരിപാടി. ഈ തഖിയ്യത്ത് എന്നുള്ളത് അവരുടെ ഈമാനിന്റെ ഭാഗമാണെന്നുള്ളതാണ്. തഖിയ്യത്തില്ലാത്തതിന് യഥാർത്ഥ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഷിയാക്കളുടെ. തഖിയ്യത്തിനെ കുറിച്ച് നമുക്ക് വേറെ വിഷയമായിട്ട് പറയാനുണ്ട്. അപ്പൊ സുന്നിയായിട്ട് അഭിനയിക്കുക അവര്, അതവരുടെ ഈമാനിന്റെ ഭാഗമാണെന്നുള്ളതാണ് ഷിയാക്കളുടെ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ സുന്നികളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടോ, അല്ലെങ്കിൽ ഈ ഖുർആൻ അവർ അംഗീകരിക്കുന്നുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അത് ഈ തഖിയ്യത്തിന്റെ ഭാഗമാണ്. അത് അവര് തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ അലി റളിയല്ലാഹു അൻഹു അവര് പറയണ എന്താ? അബൂബക്കർ സിദ്ദീഖ് നമ്മൾ ചോദിക്കുമല്ലോ, അലി റളിയല്ലാഹു എതിർത്തോ? അബൂബക്കർ റളിയല്ലാഹുവിനെ, ഉമർ റളിയല്ലാഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹുവിനെ അല്ലാഹു എതിർത്തിട്ടില്ലല്ലോ. അപ്പൊ അവര് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ കല്യാണം കഴിച്ചെടുത്തത് അലി റളിയല്ലാഹുവിനല്ലേ. ഷിയാക്കൾ പറയും ശരിയാണ്, അതൊക്കെ തഖിയ്യത്തിന്റെ ഭാഗമാണ്, അത് ഈമാനിന്റെ ഭാഗമാണ്. തഖിയ്യത്ത് എന്നുള്ളത് നിർബന്ധമാണ്. നിസ്കാരം ഒഴിവാക്കുന്നവനെ പോലെയാണ് തഖിയ്യത്ത് ഒഴിവാക്കുന്നവൻ. അതൊക്കെയാണ് അത് വേറൊരു വിഷയമാണ്. അപ്പൊ അത് കണ്ടിട്ട് ആരും ഷിയാക്കളെ വെള്ളപൂശാൻ നിൽക്കണ്ടെന്നർത്ഥം.
അവരെ ന്യായീകരിച്ചിട്ട് എഴുതാനും പറയാനും നിൽക്കണ്ടെന്നർത്ഥം. അതിനാരും കൊടി പിടിക്കാൻ നിൽക്കണ്ടെന്നർത്ഥം. ഇതാണ് വിഷയം. മനസ്സിലാക്കുക, പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുക.